60ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1000-ലധികം പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കാലഘട്ടങ്ങളിലായി കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ ഒത്തുചേർന്നു. ONV കുറുപ്പടക്കമുള്ള നിരവധി പ്രമുഖർ അധ്യാപകരായും വിദ്യാർത്ഥികളായും ഉണ്ടായിരുന്ന കലാലയമാണ് ഈ അപൂർവ സംഗമത്തിന് വേദിയായത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു. കോളേജിന്റെ പൈതൃകം നിലനിർത്തുക എന്ന ഉത്തരവാദിത്തം വിദ്യാഭ്യാസ വകുപ്പിനൊപ്പം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കടമയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇനിയുള്ള കാലം അതിശക്തമായ എൻഗേജ്മെന്റ് ഉറപ്പിച്ചെടുത്തുകൊണ്ട് കലാലയങ്ങളുടെ സർവതോന്മുഖമായിട്ടുള്ള വികസനത്തിന് പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ് ഉറപ്പാക്കുക എന്നുള്ളത് കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് നിങ്ങളെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞുപോയ കൗമാര കാലഘട്ടത്തിന്റെ അയവിറക്കൽ കൂടിയായിരുന്നു ഓരോരുത്തർക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമം. പരിപാടിയിൽ അഹമ്മദ് ദേവക്കോവിൽ MLA അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിന് പുറത്ത് ഇതുപോലെ ബിസിനസ്സുകളിലും ജോലിയിലും ഒക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ മുമ്പിലുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ ആ കഴിവുകളും നാം ആർജിച്ചെടുത്തിട്ടുള്ള ആ പരിചയവുമൊക്കെ നമ്മുടെ സ്ഥാപനം എന്ന നിലക്ക് ആർട്സ് കോളേജിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ് നാം കാര്യമായി ചർച്ച ചെയ്യേണ്ടത്. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.